AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പുതിയ പ്രോട്ടീനുകളെയും ജീനുകളെയും ജീനോമുകളെയും എല്ലാം സൃഷ്ടിക്കാൻ നമുക്കിപ്പോൾ കഴിയും എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കുന്ന പ്രോട്ടീനുകളെ പ്രതിരോധിക്കാനുള്ള പ്രോട്ടീനുകളെയും നമുക്ക് AI ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഇത് ദുരുപയോഗം ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിന് വിഷമായി പ്രവർത്തിക്കുന്ന പല പ്രോട്ടീനുകളെയും AI ഉപയോഗിച്ച് നിർമ്മിക്കാനും അത് യുദ്ധത്തിലും മറ്റും ബയോളജിക്കൽ വാർഫെയർ എന്ന് പറയുന്ന ജീവശാസ്ത്രപരമായ യുദ്ധരീതികൾ ചെയ്യാനുമായിട്ട് അങ്ങനെ അതിന് തയ്യാറായിട്ടുള്ള രാജ്യങ്ങളെ അത് സഹായിക്കും എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ശരീരത്തിൽ ദോഷമായി വരാവുന്ന പ്രോട്ടീനുകളുടെയും ഒരു വലിയ ലൈബ്രറി, അതായത് അവ ഏതൊക്കെ തരത്തിൽ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതനുസരിച്ച് അവയുടെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു പലതരത്തിലുള്ള അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി അതുണ്ടാക്കുന്ന ജീനോമുകൾ ഏതൊക്കെയാണോ ഈ പ്രോട്ടീനുകൾ സൃഷ്ടിക്കാൻ ഉതകുന്ന ജീനോമുകൾ അല്ലെങ്കിൽ ജീനുകൾ എന്നുള്ളത് പഠിച്ച് അവയെ പ്രതിരോധിക്കാനുള്ള പുതിയ വഴികളും നമുക്ക് AI ഉപയോഗിച്ച് തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഒരു പുതിയ കാൽവെപ്പ്. ഇങ്ങനെ ഈ ജീനോം ലൈബ്രറികൾ പുതിയതായി പരീക്ഷിച്ച് നോക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബയോളജിക്കൽ വാർഫെയറിനെതിരായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രതിരോധ സിസ്റ്റം വാർത്തെടുക്കാനും നമുക്ക് കഴിയണം.